ഇപ്പോൾ എക്സൈസ് മന്ത്രി എം.ബി. രാജേഷ് മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് സ്മാരകം നിർമ്മിക്കുന്നത് ഉചിതമായിട്ടുള്ള കാര്യമല്ല. അതിന് RSSനോ BJPക്കൊക്കെ സ്മാരകം ഉണ്ടാക്കാം. സാധാരണ പല പാർട്ടി നേതാക്കന്മാരുടെയൊക്കെ പേരിൽ പാർട്ടികൾ സ്മാരകം ഉണ്ടാക്കാറുണ്ടല്ലോ. അതിന് പകരം ഒരു സർക്കാർ പദ്ധതിക്ക് ഒരു സ്മാരകം നിർമ്മിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ മന്ത്രിക്ക് പരാതി നൽകിയതാണ് അദ്ദേഹം ഇന്നലെ പറഞ്ഞത്. പരാതി വന്നാൽ പരിശോധിക്കും. ഇല്ല, അത് പരിശോധിച്ചിട്ട് പറയാം. പരാതി വന്നിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കും. പരാതി ഇതുവരെ എൻ്റെ ശ്രദ്ധ വന്നിട്ടില്ല. BJP പറയുന്നത് BJP RSS ഇൻ ദ സർവീസ് ഓഫ് റൈറ്റ് റിയാക്ഷൻ എന്ന പുസ്തകത്തിൽ EMS ഹെഡ്ഗേവാർ ഉപ്പ് സത്യാഗ്രഹത്തിൽ ഉൾപ്പെടെ പങ്കെടുത്തതായി പറയുന്നുണ്ട് എന്നുള്ളതാണ് BJP പറയുന്നത്. നോക്കാതെ സവർക്കർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു എന്ന് പറയുന്ന പോലെയുള്ളൂ. ഹെഡ്ഗേവാറിൻ്റെയും സവർക്കറുടെയും ജീവിതത്തിൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായൊരു ഘട്ടമുണ്ട്, പിന്നീട് ഒത്തുതീർപ്പുണ്ടാക്കി പിന്മാറിയൊരു ഘട്ടവുമുണ്ട്. ഇപ്പോൾ ഹെഡ്ഗേവാറും അനുയായികളും തമ്മിലുള്ളൊരു സംഭാഷണം വളരെ പ്രസിദ്ധമായിട്ടാണ്. ഞാനിപ്പോൾ ഇതൊന്നും പറയാൻ ഉദ്ദേശിച്ചല്ല, നിങ്ങൾ ചോദ്യം ചോദിക്കുന്നുണ്ട് പറയുന്നതേ ഉള്ളൂ. അതിൽ ഹെഡ്ഗേവാർ പറയുന്നത് സംഘത്തിൻ്റെ ഊർജം സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി വിനിയോഗിച്ച് പാഴാക്കരുത്, അത് കരുതി വെക്കണം, ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്തിട്ട് പാഴാക്കാനുള്ളതല്ല എന്നാണ്. അത് കാരണം ഒരു RSS പ്രവർത്തകൻ തന്നെ ചോദിക്കുകയാണ്, നമ്മൾ സജീവമായിട്ട് പങ്കെടുക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം വിലക്കുകയും എന്നിട്ട് അദ്ദേഹം കൊടുക്കുന്നൊരു ഉപദേശം, അദ്ദേഹത്തിനൊരു ന്യായവും യുക്തി ഉണ്ട് അതിൽ. ആ ഊർജ്ജം കരുതി വെക്കേണ്ടത് ഹിന്ദു രാഷ്ട്രം കെട്ടിപ്പടുക്കാനാണ്, സ്വാതന്ത്ര്യ സമരത്തിനല്ല വിനിയോഗിക്കേണ്ടത് എന്ന് അദ്ദേഹം ഉപദേശിച്ചിട്ടുണ്ട്. ഇതും രേഖയിലുള്ളതല്ലേ, ഇതെല്ലാം പുസ്തകത്തിലുള്ളതല്ലേ. അപ്പോൾ സ്വാതന്ത്ര്യ സമരത്തോട് പൊതുവിൽ സ്വീകരിച്ച സമീപനം അതായിരുന്നു. ഒരു ഘട്ടം വരെ ഇവരെല്ലാം അതുകൊണ്ടാണല്ലോ സവർക്കർ ജയിലിൽ പോയത്. സവർക്കർ ജയിലിൽ പോയത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടാണ്. പക്ഷെ ജയിലിലെത്തിയപ്പോൾ അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്നതിൻ്റെ പേരിൽ മാപ്പ് അപേക്ഷിച്ചു എന്ന് പറയുമ്പോൾ അവർ വളരെ പ്രകോപിതരാവും. പക്ഷേ ആ പ്രകോപനത്തിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അത് 6 കത്തുകൾ അവിടെ കിടക്കുകയാണ്, അനിഷേധ്യമായ തെളിവുകളായിട്ട് കിടക്കുകയാണ്.